ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ ശ്രേയയുടെ വണ്ടി ഇടിച്ചിട്ട് ഹൈമാവതിയും ദേവയാനിയമ്മയും റോഡിൽ കിടക്കുകയാണ്. ശ്രേയ മറിഞ്ഞു വീണ് കിടക്കുന്നു. 3 പേരും വീണ് കിടക്കുന്നത് കാണുമ്പോൾ ഗൗരി ഉറക്കച്ചിരിക്കുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് 3 പേരും കൈലാസത്തിൽ വന്നിട്ട് മുറിവിനൊക്കെ മരുന്ന് പുരട്ടുകയാണ്. ശ്രേയ ഹൈമാവതിക്ക് ചൂടൊക്കെ പിടിച്ചു കൊടുക്കുന്നുണ്ട്. ഹൈമാവതി പറയുന്നുണ്ട്, നമ്മുടെ പ്ലാൻ ഒന്നും ശരിയാകുന്നില്ലല്ലോ, നമ്മൾ എന്തൊക്കെ വിചാരിച്ചതാണ്, നമ്മുടെ സമയം ശരിയല്ല എന്നൊക്കെ പറയുന്നു. ശ്രേയ ഇപ്പോൾ പറയുന്നുണ്ട്, ഇത് ഞാൻ അങ്ങനെ വെറുതെ വിടാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. അവരെ ഫസ്റ്റ് നൈറ്റ് ഇന്ന് ആഘോഷിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഇനി ഞാൻ നേരിട്ട് യുദ്ധത്തിന് ഇറങ്ങാൻ പോവുകയാണെന്നൊക്കെ പറയുന്നു. ഇവർ സംസാരിക്കുന്നതെല്ലാം ഗൗരിയും കേൾക്കുന്നുണ്ടായിരുന്നു. ഹൈമാവതി അപ്പോൾ പറയുന്നുണ്ട്, നീ നേരിട്ട് ഇറങ്ങിയാൽ മഹി നിന്നെ വെറുക്കാൻ ചാൻസ് ഉണ്ട്, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുന്നു. ശ്രേയ അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ ഡയറക്റ്റ് പോയി ഗംഗയെ കൊല്ലാനൊന്നും പോകുന്നില്ല. ഞാൻ ഒരാളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തുന്നുണ്ട്, അയാളെ കൊണ്ട് ഞാൻ ഗംഗയെ കൊല്ലുമെന്നൊക്കെ പറയുന്നു. ഗൗരി ഇവർ പറയുന്നതെല്ലാം കേട്ടിട്ട് സ്വയം പറയുന്നുണ്ട്, ശ്രേയയുടെ ആഗ്രഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ഏത് ഗുണ്ട വന്നാലും ഗംഗയെ തൊടാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ പറയുന്നു. ശ്രേയ ഗുണ്ടയെ വിളിക്കുന്നുണ്ട് കൈലാസത്തിലേക്ക് വരാനെന്ന് പറഞ്ഞിട്ട്. ഗൗരി വിചാരിക്കുന്നുണ്ട് തൽക്കാലം ഗംഗയോട് ഈ കാര്യം പറയണ്ടെന്നൊക്കെ. ശേഷം രാത്രിയിൽ ഒരു ഗുണ്ട കൈലാസത്തിലേക്ക് വരുന്നു. ശ്രേയ ആ ഗുണ്ടയും കൂട്ടിയിട്ട് അകത്തേക്ക് വരികയാണ്. ദേവയാനിയമ്മ അപ്പോൾ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഇയാളെ അകത്തേക്കൊക്കെ കൊണ്ടുവന്നിരിക്കുന്നതെന്ന്. ശ്രേയ അപ്പോൾ പറയുന്നുണ്ട്, ഗംഗയെ കൊല്ലാൻ വേണ്ടിയാണെന്നൊക്കെ. ദേവയാനിയമ്മ അപ്പോൾ പറയുന്നുണ്ട്, ഈ ഗുണ്ടയെ മഹി കണ്ടാൽ പ്രശ്നമാകത്തില്ല എന്നൊക്കെ. ശ്രേയ അപ്പോൾ പറയുന്നുണ്ട്, അതൊന്നും പ്രശ്നമാകത്തില്ല. ഈ ഗുണ്ടയാണെങ്കിൽ ഡോറ് തന്നെ ഓപ്പൺ ചെയ്ത് അകത്ത് കയറിക്കോളും, ഗംഗയെ കൊന്നോളും എന്നൊക്കെ പറയുന്നു. ഗുണ്ടെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ട് ശ്രേയയും ഹൈമാവതിയും റൂമിലേക്ക് പോകുന്നു. ദേവയാനിയമ്മയും റൂമിലേക്ക് പോകുന്നു. ഗൗരി ഇവരുടെ പ്ലാൻ എല്ലാം കാണുന്നുണ്ടായിരുന്നു. ഗുണ്ട മഹിയുടെയും ഗംഗയുടെ റൂമിന്റെ അടുത്തേക്ക് ചെന്നിട്ട് വാതിൽ തുറക്കാൻ തുടങ്ങുമ്പോഴേക്കും ഗൗരി പിടിച്ചു തള്ളുന്നുണ്ട്. ഗുണ്ടയ്ക്കാണെങ്കിൽ ഒന്നും മനസ്സിലാകുന്നില്ല. വീണ്ടും ഡോറിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ വീണ്ടും ഗൗരി പിടിച്ചു തള്ളുന്നു. ഗുണ്ട അപ്പോൾ കത്തി എടുക്കുന്നുണ്ട്. ആ കത്തിയാണെങ്കിൽ ഗുണ്ടയുടെ കയ്യിൽ നിന്ന് ഗൗരി പിടിച്ചെടുത്തിട്ട് ആ കത്തി തന്നെ ഗുണ്ടയുടെ പിന്നാലെ ചെല്ലുകയാണ്. ഗുണ്ടയാണെങ്കിൽ പേടിച്ചോടുന്നുണ്ട്, രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട്. ബഹളം കേട്ടുകൊണ്ട് ദേവയാനിയമ്മ വെളിയിലേക്ക് വരുന്നുണ്ട്. ദേവയാനിയമ്മയുടെ അടുത്തേക്കും ആ കത്തി അപ്പോൾ ചെല്ലുന്നുണ്ട്. ദേവയാനിയമ്മയും പേടിച്ച് ബഹളം വെക്കുന്നുണ്ട്. അതിനുശേഷം ഹൈമാവതിയുടെയും ശ്രേയയുടെയും അടുത്തേക്കും ആ കത്തി ചെല്ലുന്നുണ്ട്. അവരും പേടിച്ചോടുന്നുണ്ട്. ഗുണ്ടയോടി ആ വീട്ടിൽ നിന്നും പോകുന്നുണ്ട്. ബാക്കിയുള്ളവരെയെല്ലാം ഗൗരി കുറെ നേരത്തേക്ക് പേടിപ്പിക്കുന്നുണ്ട്. കുറച്ചു കഴിയുമ്പോൾ ഗൗരി കത്തി പിൻവലിക്കുന്നുണ്ട്. അതിനുശേഷം ഹൈമാവതിയും ശ്രേയയും ദേവയാനിയമ്മയും സങ്കടപ്പെടുകയാണ്, നമ്മൾ ചെയ്യുന്ന പ്ലാൻ ഒന്നും സക്സസ് ആകുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. ശ്രേയ പറയുന്നുണ്ട്, ഇനി എനിക്ക് ജീവിക്കേണ്ട, ഈ ഗൗരി കാരണം ഒരു കാര്യവും നടക്കുന്നില്ല എന്നൊക്കെ പറയുന്നു. ദേവയാനിയമ്മ എപ്പോൾ പറയുന്നുണ്ട്, നീ തളരാൻ പാടില്ല, ധൈര്യമായിട്ടിരിക്കണം, എപ്പോഴായാലും മഹി നിനക്ക് മാത്രമുള്ളതാണെന്ന് പറയുന്നു. ഗൗരി ഒരു ആത്മാവ് മാത്രമാണ്, ഒരുപാട് കാലം ഈ ഭൂമിയിൽ നിൽക്കാൻ പറ്റത്തില്ല, അത് ഉറപ്പായിട്ടും ഈ ലോകത്ത് നിന്നും പോയിരിക്കുമെന്നൊക്കെ പറയുന്നു. നമ്മൾ ആ ആത്മാവിനെ ഇല്ലാതാക്കിയിരിക്കുമെന്നൊക്കെ പറയാണ്. ശേഷം കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ ഗംഗ കുളിച്ചിട്ട് ചായയുമായിട്ട് മഹിയുടെ അടുത്തേക്ക് വരുന്നു. മഹി ഗംഗയെ കാണുന്നുണ്ട്. പക്ഷെ മഹിയാണെങ്കിൽ ഉറക്കം നടിച്ചു കിടക്കുന്നുണ്ട്. ഗംഗ മഹിയുടെ അടുത്തേക്ക് വന്നിരുന്നിട്ട് നെറുകയിൽ ഒരു മുത്തം കൊടുക്കുന്നു. അതിനുശേഷം മഹിയേട്ടാന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ഗംഗ മഹിക്ക് ചായ കൊടുത്തിട്ട് കുടിക്കാനെന്ന് പറയുന്നു. മഹി എപ്പോൾ പറയുന്നുണ്ട് അവിടെ വെക്കാനെന്ന്. ചായ വാങ്ങിയിട്ട് അവിടെ വെക്കുന്നുണ്ട്. ഗംഗ പോകാൻ തുടങ്ങുമ്പോൾ മഹി ഗംഗയുടെ കയ്യിൽ പിടിച്ചിട്ട് വീണ്ടും അവിടെ ഇരുത്തുകയാണ്. ഗംഗ അപ്പോൾ ചോദിക്കുന്നുണ്ട്, എന്താണ് മഹിയേട്ട എന്ന്. മഹി അപ്പോൾ പറയുന്നുണ്ട്, വെറുതെ എനിക്ക് കുറച്ചു നേരം ഗംഗയെ കാണാൻ വേണ്ടിയാണെന്നൊക്കെ. മഹി ഗംഗയെ തന്നെ നോക്കിയിരിക്കുകയാണ്. ആ സമയത്ത് ഗംഗ പറയുന്നുണ്ട്, അടുക്കളയിൽ കുറച്ച് ജോലിയുണ്ട്, ഞാൻ പോകട്ടെ എന്ന് പറഞ്ഞ് എഴുന്നേക്കാൻ തുടങ്ങുന്നു. പക്ഷെ മഹി വിടുന്നില്ല. മഹി ഗംഗയുടെ അടുത്തേക്ക് ചേർന്ന് ചെല്ലുകയാണ്. മഹി ഗംഗയുടെ മുഖത്തൊക്കെ കൈവെക്കുന്നുണ്ട്. ആ സമയത്ത് ഗംഗയാണെങ്കിൽ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് പോകുന്നുണ്ട്. ഗംഗ ഡോറിന്റെ അവിടെ ചെന്നിട്ട് തിരിഞ്ഞ് മഹിയേട്ടനെ നോക്കി നാണത്തോടെ ചിരിച്ചിട്ട് അടുക്കളയിലേക്ക് പോകുന്നു. ഗംഗ അടുക്കളയിൽ പോയിട്ട് മഹിയോടൊപ്പം ഉണ്ടായിരുന്ന സമയത്തെ കുറിച്ചൊക്കെ ആലോചിച്ച് നിൽക്കുകയാണ്. ആ സമയത്ത് ഗൗരി അവിടേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താണ് ആലോചിക്കുന്നതെന്ന്. ഗൗരി, ഇന്നലെ രാത്രിയിൽ ഇവിടെ പല സംഭവങ്ങളും ഉണ്ടായി, ഒരു ഗുണ്ട വന്നിരുന്നു എന്നൊക്കെ പറയുന്നു. ഗംഗ അപ്പോൾ പറയുന്നുണ്ട്, ഞങ്ങളൊന്നും അറിഞ്ഞില്ല എന്ന്. ഗൗരി അപ്പോൾ പറയുന്നുണ്ട്, നിങ്ങളുടെ സമാധാനം കളയാതിരിക്കാൻ വേണ്ടി ഞാനൊന്നും അറിയിച്ചില്ലെന്നൊക്കെ.
ഗംഗ ഗൗരിയോട് ചോദിക്കുന്നുണ്ട്, ഞാൻ മഹിയേട്ടന്റെ ഭാര്യയായിട്ട് ജീവിക്കുന്നതിൽ ഗൗരി ചേച്ചിക്ക് സങ്കടമുണ്ടോ എന്നൊക്കെ. ഗൗരി അപ്പോൾ പറയുന്നുണ്ട്, മഹിയേട്ടൻ എപ്പോഴും എൻ്റെ സ്വന്തം തന്നെയാണ്, പക്ഷെ ഞാൻ ഒരു ആത്മാവ് മാത്രമാണ്. എനിക്ക് എൻ്റെ മാളുവിന്റെ കാര്യത്തിലോ മഹിയേട്ടന്റെ കാര്യത്തിലോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇനി ഗംഗയാണ് എല്ലാ കാര്യങ്ങളും നോക്കേണ്ടത്. എൻ്റെ മാളുവിനെ പൊന്നുപോലെ സ്നേഹിക്കണം. നിങ്ങൾ ഒരുപാട് സ്നേഹത്തോടെ ഒരുമിച്ച് ഒരുപാട് കാലം ജീവിക്കണം. അതാണ് എൻ്റെ ആഗ്രഹം. എനിക്കത് സാധിച്ചില്ല. നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് കാവലായിട്ട് ഞാൻ ഉണ്ടാകുമെന്നൊക്കെ ഗൗരി പറയുന്നു. ശേഷം കാണിക്കുന്നത് മഹിയുടെ അടുത്തേക്ക് രാഹുലും ദേവയാനിയമ്മയും വരുന്നുണ്ട്. ദേവയാനിയമ്മ പറയുന്നുണ്ട്, രാഹുലിന് ഒരു വിവാഹാലോചന വന്നിട്ടുണ്ട്, എൻ്റെ ഫ്രണ്ടിന്റെ മകളാണെന്ന്. മഹിയുടെ അഭിപ്രായം എന്താണെന്ന് ദേവയാനിയമ്മ ചോദിക്കുന്നു. ദേവയാനിയമ്മയോട് മഹി പറയുന്നുണ്ട്, ഞാനല്ലല്ലോ പറയേണ്ടത്, രാഹുൽ അല്ലേ എന്നൊക്കെ. രാഹുൽ പറയുന്നുണ്ട്, ഏട്ടനും അമ്മയും കൂടെ തീരുമാനിച്ചാൽ മതി, എനിക്കൊരു പ്രശ്നവുമില്ലെന്നൊക്കെ പറയുന്നു. മഹിയാണെങ്കിൽ രാഹുലിനെ ഉപദേശിക്കുന്നുണ്ട്, ഒരു പെൺകുട്ടിയെ നോക്കേണ്ടതാണ്, അതിന്റെ ഉത്തരവാദിത്വമൊക്കെ കാണിക്കണം, സീരിയസ് ആകണമെന്നൊക്കെ പറയുന്നു. രാഹുൽ ഇനിയും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കത്തില്ല, മഹിയേട്ടനെ കണ്ടാണ് ഞാൻ എല്ലാം പഠിച്ചു വരുന്നതെന്നൊക്കെ പറയുന്നു. മഹി വീണ്ടും ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്തെങ്കിലും ഈ വിവാഹത്തിന് പ്രശ്നമുണ്ടെങ്കിൽ ഇപ്പോൾ പറയണമെന്നൊക്കെ. രാഹുലാണെങ്കിൽ ഒരു പ്രശ്നവുമില്ലെന്ന് പറയുന്നു. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക്